ഹായ് ഗൈസ്, വെൽക്കം ടു പൃഥ്വി വേൾഡ്. നമ്മുടെ റോഡ് ട്രിപ്പ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിനോട് വിട പറയാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ജേണി ഹൈദരാബാദിലേക്കാണ്. യെസ്, ഗാർഡൻ സിറ്റിയിൽ നിന്നും സിറ്റി ഓഫ് പേൾസിലേക്ക്. ഇന്നലെ ട്രാഫിക്കിൽ നല്ല പണി കിട്ടിയതുകൊണ്ട് ഇന്ന് നമ്മൾ രാവിലെ 4:30 തന്നെ ഇറങ്ങി. ടെമ്പറേച്ചർ ഒരു 14 ഡിഗ്രിയൊക്കെയാണ്. ഒരു ചെറിയ ചായ ബ്രേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും യാത്ര തുടങ്ങി. റോഡിൽ നല്ല മഞ്ഞായിരുന്നു, സോ കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്തത്. ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ളത് ഏകദേശം 570 കിലോമീറ്ററാണ്. 8-9 മണിക്കൂർ എടുക്കും എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഇവിടുത്തെ ഫേമസ് സ്പോട്ടായ നന്ദി ഹിൽസിലേക്ക് പോകുന്ന കുറേ ബൈക്കേഴ്സിനെ വഴിയിൽ കണ്ടു. പക്ഷേ നമ്മൾ ഈ തവണ അവിടെ കയറുന്നില്ല. നമ്മളുടെ ടാർഗറ്റ് നേരെ ഹൈദരാബാദാണ്. അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു കേട്ടോ. പിന്നെ റോഡിൻ്റെ കണ്ടീഷൻ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കിടിലാണ് കേട്ടോ. ഈ ട്രിപ്പിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ് സ്ട്രെച്ചസ് എന്ന് തന്നെ പറയാം. പക്ഷേ റോഡ് നല്ലതാകുന്നതിനനുസരിച്ച് ഇതുപോലുള്ള ചില ആക്സിഡൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ട്രാപ്പായി പോകും കേട്ടോ. NH44 ഏകദേശം 160 കിലോമീറ്റർ ആകുമ്പോൾ ഈ കിയ ഫാക്ടറി നമുക്ക് കാണാൻ പറ്റും. അനന്ത്പൂർ എന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സാധാരണ സ്ഥലത്തെ ലോകം മുഴുവൻ അറിയുന്ന ഒരു ഓട്ടോമോട്ടീവ് ഹബ്ബായി മാറ്റിയ കിയയുടെ ഈ ബ്രഹ്മാണ്ഡ ഫാക്ടറി അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഓരോ വർഷവും 3 ലക്ഷത്തിലധികം കാറുകൾ പുറത്തിറക്കാൻ ശേഷിയുള്ള ഈ പ്ലാന്റ് 536 ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു, അതിനുശേഷം ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. ഇതിനിടയിൽ കിയ ഫാക്ടറിയുടെ അടുത്തുള്ള അടയാർ ആനന്ദ ഭവനിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതുവരെ കണ്ട ഗ്രീൻ വ്യൂസ് വെച്ച് നോക്കുമ്പോൾ ഈ ടെറൈൻ മൊത്തം ഡിഫറെൻ്റ് ആണ്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കൂടാതെ നല്ല റോക്കി ടെറൈനുമാണ്. മൊത്തത്തിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഏരിയ കാണാൻ. ഇനി ഹൈദരാബാദിലേക്ക് 283 കിലോമീറ്റർ ആണുള്ളത്. പിന്നെ റോഡ് ട്രിപ്സിൽ ഒഴിവാക്കാനാകാത്ത ടോൾ പ്ലാസാസ്. ലഞ്ചിന് നമ്മൾ മെഹബൂബ് നഗറിലെ പിസ്ത ഹൗസിലാണ് കയറിയത്. ഹൈദരാബാദ് എത്താൻ നേരം ബിരിയാണി അല്ലാതെ പിന്നെ എന്ത് കഴിക്കാനാ? ആ ബിരിയാണിയുടെ ടേസ്റ്റും ക്വാണ്ടിറ്റിയും മെൻഷൻ ചെയ്തേ പറ്റുള്ളൂ. അത് വേറെ ലെവൽ തന്നെയായിരുന്നു. 360 രൂപയുടെ ഒരു ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ 3 പേര് ഷെയർ ചെയ്ത് കഴിക്കുന്നത്. അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും നാൾ ഹൈദരാബാദ് ബിരിയാണി എന്ന് പറഞ്ഞ് കഴിച്ചതൊന്നും ഇതിൻ്റെ 7 അയലെത്തത്തില്ലായിരുന്നു കേട്ടോ. കൂടെ ഡെസേർട്ടായിട്ട് ആപ്രിക്കോട്ട് ഡിലൈറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഐറ്റം. നല്ല ടേസ്റ്റ് ആയിരുന്നു. മസ്റ്റ് ട്രൈ ഐറ്റം. പിന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ചെടിച്ചട്ടിയിൽ ചെടിയൊക്കെ വെച്ച് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ഈ മെഹബൂബ് നഗർ. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എക്സ്പ്രസ് ഹൈവേ കയറുവാണേ. ഈ ഔട്ടർ റിംഗ് റോഡ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. റൂൾസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോൾ ഫൈൻ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഈ എക്സ്പ്രസ് വേ ടോള് നമ്മുടെ ആനുവൽ പാസിൽ ഇൻക്ലൂഡ് ആകത്തില്ല കേട്ടോ. സ്പീഡ് ലിമിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയും അത്ര തന്നെ കൂടുതലായിരിക്കണം. വണ്ടി ഇവിടെ നിർത്താൻ പാടില്ല. സ്പീഡിനനുസരിച്ച് നമ്മൾ ലെയിൻ സെലക്ട് ചെയ്യണം. പിന്നെ ഒരു കാരണവശാലും സിക്സ് ആഗ് ആയിട്ടുള്ള ഈ ഒരു ഡ്രൈവിംഗ് അത് പറ്റത്തില്ല കേട്ടോ. സിംഗിൾ ലെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. സേഫും അത് തന്നെയാണ്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ എക്സ്പ്രസ് ഹൈവേ ഡ്രൈവ് അടിപൊളിയാണ്. സെയിം ഡേ ഈവനിങ് ചാർമിനാറിലേക്കാണ് നമ്മൾ പോയത്. രാത്രിയിലത്തെ ആ വൈബ് ഒന്ന് വേറെ തന്നെയാണ്. ആ തിരക്കും ലൈറ്റും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. കുറേ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടുത്തെ ലോക്കൽ സ്നാക്സ് ഒക്കെ ട്രൈ ചെയ്യാം. ഇറാനി ചായ, ഒസ്മാനിയ ബിസ്ക്കറ്റ്, ബൺ മസ്ക, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് ആയ ഈ ഷാദൂദ് മലായ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഷാദാബ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. കൂടെ ഈ ഒരു കുബാനീക്ക മീട്ട എന്ന് പറയുന്ന ഡെസേർട്ടും കഴിച്ചു.
ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ഭാഗത്തിൽ ബാക്കി കാഴ്ചകൾ കാണാം. സ്റ്റേ ട്യൂൺഡ്.